അങ്ങനെ ഇതാ ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ റെഡിയാക്കിട്ടെ ഗൈസ്. ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചതാക്കിക്കണേ. അപ്പോൾ അതാ ദൂരിയപ്പോൾ അമ്മച്ചിക്ക് ഇത് ഇടാനും വയ്ക്കണില്ല. അമ്മച്ചി ഇട്ടും ചെയ്തു കേട്ടോ ഗൈസ്. അതില്ല ഇട്ടിട്ടില്ല ഇതിടാൻ കഴിയണില്ല. മാതിരി ഇടാൻ പറ്റില്ല. എന്നാൽ ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെയൊന്നും അല്ല അത്. ഈ സുനത്തിൻ്റെ ഉള്ളിൽ കയറ്റണം. ഈ സുനം മീതെടുക്കും പൊട്ടിച്ചല്ലോ കേട്ടോ. അപ്പം കയ്യണില്ല ഗൈസ്. മെച്ചക്ക് തന്നെ കൊടുത്തു കേട്ടോ. മെച്ച തന്നെയാണിത് ഇങ്ങനെ ഇടേണ്ട കൂടെ ഓരിലൊക്കെ. പക്ഷെ എങ്കിലും ഇപ്പോൾ വെക്കണില്ല. എൻ്റെ ഒരു ഇത് എത്തിയിട്ടില്ല. ഇപ്പം അതാഞ്ഞ് ഇതൊക്കെ ഫ്രിഡ്ജിക്ക് വെക്കാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഗൈസ്. വേണ്ടതും വേണ്ടാത്തതൊക്കെ ഉണ്ട്. ഒരു ഭാഗം ഇട്ടു ഗൈസ്, പക്ഷെ ഒരു ഭാഗം ഇട്ടിട്ടില്ല. അത് ഊരണ്ടില്ല ഇനിയല്ലോ. അതങ്ങനെ കേട്ടോ ഗൈസ് നിൽക്കണത്. ഇങ്ങനെ ഇവിടെ ഈ ഒരു സൈഡ് ഇങ്ങനെ നിൽക്കണത്. പോരും അങ്ങനെ ഒരു വിധേന ഇട്ടുകൊണ്ടോ ഗൈസ്. അപ്പം ഇനി ഇതിലേക്ക് സാധനങ്ങളൊക്കെ വെക്കണം കേട്ടോ ഗൈസ്. ഇനി സാധനങ്ങളൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഗൈസ് ഫ്രീസറൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പം അതാ മുട്ട പെട്ടെന്ന് ഇതിലേക്ക് എത്തിക്കണം കേട്ടോ. വെള്ളമുട്ടകൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ബാക്കിയൊക്കെ കോഴിയിട്ട മുട്ട കേട്ടോ. മറ്റേതും കോഴിയിട്ട മുട്ട തന്നെയാണ്, പക്ഷെ ഇവിടെ വളർത്തുന്ന കോഴിയിട്ട മുട്ടയാണ്. അത് ഈ ഫ്രിഡ്ജിൻ്റെ ഒപ്പം കിട്ടിയ മുട്ട സ്റ്റാൻഡാണ് കേട്ടോ ഗൈസ്. ഇതിൽ 6 മുട്ട വെക്കാനേ സ്പേസ് ഉള്ളൂ. നമ്മൾ കടയിലുണ്ടാവുന്ന സാധനം വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് മെസ്സി സുർക്കയിലിട്ട സാധനങ്ങളൊക്കെ വെക്കുകയാണ്. അങ്ങനെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയിട്ട ഗൈസ്. പകുതി മുക്കാലും സാധനങ്ങൾ പോയി. അപ്പോൾ ഫ്രിഡ്ജൊക്കെ അതാ കാലിയായി കിടക്കണം കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം ഉള്ള കേട്ടോ. അങ്ങനെയൊക്കെ റമദാസായാൽ പിന്നെ ഫുള്ള് പുകയേക്കാരും. അപ്പോൾ അത് അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബൈ.